പേപ്പർ ചോർച്ച കേസിലെ MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേസിലെ ഒന്നാം പ്രതിയാണ് ഷുഹൈബ്. ബിനിലുണ്ട് കൊച്ചിൻ വിവരങ്ങളുമായി. വിനിൽ, എന്ത് പറഞ്ഞാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു പ്യൂണും ഒക്കെ അറസ്റ്റിലായിട്ടുണ്ടല്ലോ. ദിവിഷ, ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ മുഹമ്മദ് ഷുഹൈബിന് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനമെന്നത് ഷുഹൈബിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന ക്രൈംബ്രാഞ്ചിന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഈ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോഴാണ് കോടതി ഇതിൽ എന്തൊക്കെയാണ് കണക്കിലെടുത്തിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ചോദ്യപേപ്പർ ചോർച്ചയെ കോടതി വളരെ ഗൗരവത്തിൽ കണ്ടിരിക്കുന്നു. അതിന്റെ ഉള്ളുകള്ളികളിലേക്ക് കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. അതിന് മുഹമ്മദ് ഷുഹൈബിനെ കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ ഹൈക്കോടതി ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഷുഹൈബ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയനായിരുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളടക്കം കോടതിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ കേസിലെ ഒന്നാം പ്രതിയാണ് MS സൊല്യൂഷന്റെ CEO കൂടിയായ മുഹമ്മദ് ഷുഹൈബ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശികമായി അടക്കം ഒരുപാട് ഓൺലൈൻ ആപ്പുകൾ, സ്റ്റഡി ആപ്പുകളൊക്കെ തന്നെ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ രംഗത്തെ ചില കിടമത്സരങ്ങളടക്കം ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പറുകളുടെ ചോർച്ച, ആദ്യമാരെ ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് നൽകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന രീതിയിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ പല രംഗത്തുള്ളവരിലേക്ക് കൂടി ഈ അന്വേഷണം മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതോടുകൂടി ഇനി അറസ്റ്റ് അനിവാര്യമായിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ നീങ്ങുമെന്നാണ് സൂചന.